നമ്മുടെ KSRTC ലാഭത്തിലാക്കി എടുക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ബസ് ഫെയർ കുറയ്ക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിലെ മീൻചന്തയിൽ നിന്നും രണ്ടത്താണിയിലേക്ക് FP ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ഈടാക്കുന്നത് 69 രൂപയാണ്. ഇനി അത് മീൻചന്തയിൽ നിന്നും രണ്ടത്താണിയിലേക്ക് SF-ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ഈടാക്കുന്നത് 92 രൂപയാണ്. ഇനി അതേ KSRTC SFB-യിൽ മീൻചന്തയിൽ നിന്ന് രണ്ടത്താണിയിലേക്ക് ചാർജ് ഈടാക്കുന്നത് 108 രൂപയാണ്. കാഴ്ചയിൽ ഒരേ ബസ്, സ്പീഡിൽ ഒരേ ബസ്, യാത്രാ സൗകര്യം ഒരുപോലെ. ഇനി ഇതിൻ്റെയൊക്കെ പിറകിൽ വരുന്ന പ്രൈവറ്റ് ബസ്സാണെങ്കിൽ മീൻചന്തയിൽ നിന്ന് രണ്ടത്താണിയിലേക്ക് ഈടാക്കുന്നത് 58 രൂപയാണ്. നിലവിൽ KSRTC ഇതുപോലെ 58 രൂപയിലേക്കോ അല്ലെങ്കിൽ 55 രൂപയിലേക്കോ ചുരുക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആളുകൾ, ഇത് ഞാനൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന പരിചയം വെച്ചിട്ടാണ് അവിടുത്തെ ബസ് ഫെയർ പറയുന്നത്. ഇത്തരത്തിൽ പല ഏരിയകളിലും ഉണ്ടാവും പല രീതിയിലുള്ള ചാർജുകൾ. അപ്പോൾ അത്തരത്തിൽ പൊതുജനത്തിൻ്റെ പണം ഉപയോഗിച്ച് ഓടുന്ന KSRTC പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ KSRTC ലാഭത്തിലാകും. സ്ത്രീകൾക്ക് മാത്രം പോരാ, ഞങ്ങൾ പുരുഷന്മാരും ഈ കേരളത്തിൻ്റെ അവകാശികളാണ്.